ബാലൻ്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എനിക്ക് ഫുള്ള് ജലദോഷം പിടിച്ചിരിക്കുകയാണ്, എന്താണെന്നറിയില്ല, ക്രിസ്മസ് ആയിട്ടാന്ന് തോന്നുന്നു. ഇന്നലെ ഉണ്ടാക്കിയ അയൺ ഫോം നന്നായിട്ട് വർക്കാവുന്നതിന് കണ്ടോ, 4 പേര് ഇത് ഇപ്പം തന്നെ ഒരുമിച്ച് വരുന്നുണ്ട്. ഈ അയൺ ഫാമിൻ്റെ ചെസ്റ്റ് ഏരിയ ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ താഴത്തോട്ട്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതിന് ശേഷം കുറേ നേരം എഫ് ചെയ്യുന്നപ്പോൾ 2 ഡബിൾ ചെസ്റ്റും 1 ചെസ്റ്റ് ഹാഫും കിട്ടി. ഇപ്പം അത്രേ ഉള്ളൂ, ലാസ്റ്റ് ചെസ്റ്റിൽ അത്രേ ഉള്ളൂ, കാരണം കുറേ നേരം ആയിട്ടില്ല. ഇന്നെന്തായാലും ഞാൻ പറഞ്ഞ ഒരു വൂൾ ഫാം ഉണ്ടാക്കണം. അതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം. ഇത്ര ഞാൻ എന്താ പെട്ടിയാക്കിയിട്ടും അത് കട്ടയാക്കിയിട്ടും കട്ടയാക്കാണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ക്രിസ്മസ് ബിൽഡ് കൊണ്ടുവരണം. വലിയതൊന്നുമല്ല, ഒരു ചെറിയ സമയം കൊണ്ട് വല്ല ചെറുതാറ്റ. മൈക്കൊന്ന് താഴെ വീണ സൗണ്ട് കിട്ടും തോന്നുന്നു. അതിൻ്റെ മൈക്ക് വീണ അത് പൊട്ടെ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് വേറെ സംഭവം കൂടി പറഞ്ഞുതരാം. ഈ സ്ഥലത്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ സാധനങ്ങളെല്ലാം വേണ്ട സാധനങ്ങളെല്ലാം ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷീപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതിന് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് ഷീപ്പ്. ഞാൻ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വീറ്റ് എടുത്ത് തന്നിട്ടുണ്ട്. അതിനെ കുറച്ച് എണ്ണത്തിനൊന്ന് ബ്രീഡ് ചെയ്യണം, കാരണം അധികമൊന്നുമില്ല, 2, 3, 4 ആയിട്ടുള്ളൂ. ഈ താഴെ ഭാഗത്ത് ഈ കൊടിയിലുണ്ട് 4 പേരുണ്ട്. അപ്പോൾ 2 പേരും ബ്രീഡ് ചെയ്താൽ 2 എണ്ണത്തിന് കിട്ടും. അപ്പോൾ ഈ 4ഉം 2ഉം അല്ല 2 അല്ല 2 6 അപ്പോൾ 6 പിന്നെ ഒരുത്തിനും കൂടെ ബ്രീഡ് ചെയ്താൽ 7. എനിക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാളും കുറേ ആയും കിട്ടിയായിരുന്നു. ആൾക്ക് ഞാൻ എൻചാൻറ്റ് ചെയ്ത് എൻ്റെ ആർമറും ടൂൾസ് എല്ലാം ഇതാക്കണ്ടോ, ആർമറെല്ലാം എൻചാൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ടൂൾസ് കാണിച്ചു തരാം. പിന്നെ എനിക്കൊരു മണ്ടത്തരം പറ്റി, കാരണം എന്താക്കണ്ടോ, ഇതിനകത്ത് സ്മൈറ്റ് 5 ആണുള്ളത്, പക്ഷെ എൻ്റെ ആക്സിന് ഷാർപ്നെസ് 5 ആണുള്ളത്. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ മെൻഡിങ് അല്ല ഫയർ പ്രൊട്ടക്ഷൻ തരുന്ന ആൾ ഷാർപ്നെസ് 5 വരുന്നുണ്ടായിരുന്നു. അത് പിന്നെ കണ്ടത്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സോഡ് എൻചാൻറ്റ് ചെയ്തായിരുന്നു. പിന്നെ അതെനിക്ക് ഒരു ഷാർപ്നെസ് കൂടി ഇട്ടിട്ട് വേറൊരു സോഡ് കൂടി ഉണ്ടാക്കണം. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, അത് ഞാൻ പൊട്ടത്തരം കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് മാറ്റട്ടെ. ഇവിടെ സോംബി കയറിയായിരുന്നു. ഞാൻ അവിടെ എഫ് കേൾക്കുമ്പോൾ അപ്പോൾ ഇവനെ സോംബി വില്ലേജറാക്കി ഇവിടെ ഉണ്ട്. അവനെ കൊന്നളഞ്ഞ് അവിടെ ഞാൻ പുതിയ ആളെ അവിടെ സെലക്ട് വെച്ച് വീണ്ടും കൊണ്ടുവന്ന്. ഇനിയിപ്പോൾ പറ്റുമെങ്കിൽ അവനൊന്ന് ക്യൂർ ചെയ്തിട്ട് ഒരു നോക്ക് ബാക്ക് വാങ്ങി എൻ്റെ സോഡിലോട്ട് ഇടണം. അത് ഒരാളുടെ ആവുള്ളൂ ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ കണ്ടോ, കുറേ ഞാൻ ഈ അയൺ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് വെച്ചിട്ടുണ്ട്. കാരണം കുറേ അയൺ കിട്ടിയ എല്ലാ അവന്മാരുടെ അടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇവന്മാരെയും കൂടി കൊണ്ടുവന്ന്. അപ്പം ഇനി സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, ആ സാധനം പൂച്ച് വേഗം ഉണ്ടാക്കണം. അപ്പം ഞാൻ അതിൽ അവിടെ എത്തി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ കെമിക് സീസൺ 6 നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് പബ്ലിക്കായിട്ട് കെമിക് സീസൺ 6 ഇപ്പോൾ കയറാം ഡിസ്കോഡ് വഴി. നാളെ വെള്ളിയാഴ്ചയാണ് അതിൻ്റെ ഓപ്പണിങ്. അപ്പം ഞാൻ എന്തായാലും മെമ്പർ ആയിട്ടുണ്ട് ഡിസ്കോഡിൽ നിന്ന്. അപ്പം എനിക്ക് കയറാൻ പറ്റും. അപ്പം ഞാൻ കളിക്കുന്ന ഇടണോ എന്ന് ചോദിക്കാനായിരുന്നു. ഇപ്പം തന്നെ 2000 മെമ്പറായിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ കയറുന്നത് 1730 മെമ്പറായിട്ടാണ്. അപ്പം ഇത്ര പേരുള്ളപ്പോൾ എൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങൾ വെറുതെ കാണണ്ടല്ലോ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ചെയ്ത് കാണണ്ടല്ലോ. ഇത്ര സാധനങ്ങൾ വേണം 7 ഷീപ്പിന് വേണ്ടിയിട്ടുള്ള വൂൾ ഫാമിന്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കെമിക്സിന് വീടണോ വേണ്ടിയത്, നിങ്ങൾ പറഞ്ഞാലേ ചെയ്യുള്ളൂ. റെയിൽ എടുക്കാൻ പറഞ്ഞു, 7 റെയിലിൻ്റെ ആവശ്യമുണ്ടായിരുന്നു മൈക്കാട്ട് വിത്ത് ഹോപ്പർ വെക്കാൻ. അപ്പോൾ ഞാൻ പിന്നെ കെമിക്സിൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ ഒരു ദിവസം കെമിക്സിൻ്റെ വീഡിയോ, പിന്നെ ഈ വേൾഡിൻ്റെ വീഡിയോ, അങ്ങനെ എനിക്ക് ഞാൻ ഇടുക. ഞാൻ വേഗം ആ റെയിലിൽ നിന്ന് എടുത്തിട്ട് വരട്ടെ. ഞാൻ എന്താണ്ട് ഇവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് അറിയിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം സിമ്പിൾ ഫാമാണ്. വൂൾ ഫാം മൊത്തം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷീപ്പിനെ കൊണ്ടുവന്നത് ഇവരെ ഞാൻ ഇത്രയും കൊണ്ടുവന്ന് ഇപ്പോൾ ഒരുത്തിനെ കൊണ്ടുള്ളൂ. അടുത്ത വട്ടം പോകുമ്പോൾ എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഓരോരുത്തരായിട്ട് കയറ്റണം. ഇവിടെ എത്തി. മെല്ലവാ ഇവിടെ കയറി ഇവനെ ഇനിയിപ്പോൾ കയറ്റാനാണ് ഇച്ചിരി പാട്. ചാന ഇതിൽ കൂടെ വാ. ഇവന് ബുദ്ധിയുണ്ട്. നമ്മുടെ മറ്റേ പൊട്ടന്മാരുടെ വില്ലേജേഴ്സിനെ പോലെയല്ല, മറ്റേ സോംബീസ് മണ്ടന്മാരെ പോലും അല്ല, ഇവന് ബുദ്ധിയുണ്ട്. കയറി കുറച്ച് സമയം എടുത്ത്. ഒന്നാമത്തെ സ്ഥലത്ത് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ കയറ്റി. ഇതിലോട്ടൊക്കെ 2 ഷിയേഴ്സ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ പിന്നെ ഇടക്ക് വന്നിട്ട് മാറ്റണ്ട. ഇനി ബാക്കിയുള്ളവന്മാരെയും കൂടി ഇതിനകത്ത് കയറ്റി അവന്മാരെ ഡൈയും കൂടി അടിച്ചാൽ ഈ ഒരു ബിൽഡ് തീരുള്ളൂ. ബിൽഡല്ല ഫാം. ഞാൻ അവന്മാരെ ഓരോന്നായിട്ട് കയറ്റുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ ഇവന് റെഡ് ഡൈ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവ റെഡ് കളറായിരിക്കും. റെഡ് ക്രിസ്മസ്. അവനൊരു വൂളും ഇതുവരായിട്ടില്ല, ഇപ്പം കയറ്റിയാലുള്ളൂ, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ എന്തായാലും ബാക്കിയുള്ളവന്മാരെ ഓരോന്നായിട്ട് കയറ്റുന്നത് കാണിച്ചു തരാം. ബേബി ഷീപ്പിനെ കിട്ടി, അവനെ കയറ്റി അവിടെ ഇട്ടിട്ടുണ്ട്. അവൻ വളരട്ടെ. മൂന്നാമത്തവനെ കയറ്റി. 4 5 6 ഇതോടെ ശൽക്കർ ബോക്സ് ശൽക്കർ ബോക്സ് ആടാ. ഇവനിപ്പോൾ കൊല്ലുണ്ട്. ചത്തോ അതെനിക്കല്ലേ കൊല്ല ചത്തോ. അല്ലേ അപ്പോൾ നമ്മുടെ ശൽക്കർ ബോക്സ് എടുത്ത് കളിക്കുന്നത് അല്ല. പിന്നെ അതിനകത്ത് അയനുള്ള അതുകൊണ്ട് മാത്രം അവനെ കൊന്നല്ലേ, ഞാൻ കൊല്ലരുത്. അങ്ങനെ ലാസ്റ്റത്തെ വരെ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ 7 പേര് എൻ്റെ പിന്നെ ബ്ലാക്ക് ഡേ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇവർക്ക് 2 പേർക്കും ആണ് ഇനിയിപ്പോൾ ഡേ കൊടുക്കാനുള്ളത്. വലുതായവന് നീല കൊടുക്കും. പിന്നെ മറ്റൊരു നീല കൊടുക്കാതെ എനിക്ക് വേണ്ടിയില്ല. പച്ച കൊടുക്കാം അല്ലേ, പച്ച ആയിരിക്കും ഇതിനകത്ത് ഗ്രാസ് ബ്ലോക്ക്. ആ ഒരു ആടിന് ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കാം. ഗ്രീൻ കളർ കൊടുക്കണ്ട, ലൈറ്റ് ഗ്രീൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ വീട്ടിലുണ്ടാവും. അല്ല, അതിൻ്റെ എഡർ ചെസ്റ്റിൽ കാട്ടിലെ ഐറ്റംസ് ഇതാ
കാട്ടിൽ ഐറ്റംസ് എടുത്ത് ഇവിടെ വെച്ചാൽ അതിനകത്ത് ലൈം ഗ്രീൻ കളർ ഉണ്ട്, ലൈം ഡൈ ഉണ്ട്. അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. ഇനി ചെറിയ ചക്ക വലുതായി കഴിയുമ്പോൾ അവന് പച്ചയും കൊടുക്കാം, ലൈം കളർ കൊടുക്കാം, മറ്റേ വലിയവൻ്റെ മൂള് വന്നതിന് ശേഷം അവന് നീലയും കൊടുക്കാം. അത് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ചേഞ്ച് ഓഫ് പ്ലാൻസ്. ഞാൻ അടുത്ത എപ്പിസോഡിൽ മറ്റേ ഓട്ടോ സ്മെൽട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് ഉണ്ടാക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ തന്നെ ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കണം. കാരണം ഈ വൂള് കുറേ നേരം എഫ്ക്ക് ഇരുന്നിട്ട് അതിൽ നിന്ന് റെഡും കുറച്ച് എല്ലാ കളറിലും ഓരോ ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കണം. പിന്നെ എൻ്റെ വീടിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ ഒന്ന് റെഡിയാക്കണം. അതൊക്കെ ഞാൻ റെഡിയാക്കണം വിചാരിച്ചിട്ട് ഞാൻ മറന്നു. ഈ നാളെ ഒരു എപ്പിസോഡിൽ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഈ ന്യൂട്ടേനെയും പെരട്ടേനെയും ഒക്കെ ഞാൻ ഡൈ അടിപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കാരണം എനിക്ക് ജലദോഷം അടിച്ചിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അവന്മാർ രണ്ടുപേരും ഞാൻ കളർ അടിച്ചിട്ടുണ്ട്. മറ്റേ സിയർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ വൂൾ ഫാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്രിസ്മസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കാനുള്ള ബിൽഡ് ആലോചിച്ചു. വലിയ ബിൽഡ് ഒന്നല്ല, 2 ക്യാൻഡി കെയിൻ ഉണ്ടാക്കി വെക്കും. ക്യാൻഡി കെയിൻ എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞു തരാം. മറ്റേ നമ്മുടെ കാലം കുടയില്ലേ, ആ കുടയിൽ അറ്റമില്ലേ, അത് നേരെ തിരിച്ചെടുത്ത് ഇങ്ങനെ കുത്തി വെച്ചതാണ് ക്യാൻഡി കെയിൻ. ഞാൻ എന്താ ഇവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാൻഡി കെയിൻ. ഇങ്ങനെ റെഡും വൈറ്റ് കളർ ഇങ്ങനെ മാറ്റി വെക്കുക. അതൊരു സംഭവം. ഇനി ആ കൊടേൻ്റെ പോലത്തെ ഒരു ഇതാക്കണം. അതിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു റെഡ് വെച്ചാൽ റെഡി ആവില്ല. റെഡ് വെച്ചിട്ട് ഇവിടെ ഒരു വൈറ്റ് എന്നിട്ട് ഇതെടുത്ത് അത്രയ്ക്ക് രസമില്ല, അത് മനസ്സിലാവുന്നുണ്ട്. നോക്കട്ടെ. ഞാനിത് ക്രിയേറ്റീവ് ഡിസൈൻ ചെയ്തിട്ട് പോരാ. 2 സ്റ്റെയർ വെച്ചാൽ മതി. സ്റ്റെയർ വെച്ചാൽ റെഡി ആവും, ആ ഒരു ഷേപ്പ് കിട്ടും. ഞാൻ യൂട്യൂബിൽ നോക്കി, അപ്പോൾ കറക്റ്റ് കണ്ടു. ഞാൻ പോളിഷ്ഡ് ഡയറൈറ്റിൻ്റെ സ്റ്റെയർ ആട്ടോ എടുത്തേക്കുന്നത്. കാരണം എൻ്റെ മറ്റേ കോൺക്രീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെയും ഇവിടെ വന്നിട്ട് പറഞ്ഞ എന്തെങ്കിലും വെച്ചാൽ ഇപ്പോൾ ഇച്ചിരി കൂടി അടിപൊളിയായിട്ടുണ്ടാവും. ഇത് കാണാൻ രസമുണ്ട്. ഞാൻ ഇവിടെ ഇതേപോലത്തെ ഒരു ചെറിയൊരെണ്ണം കൂടെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. ഇത് 2 മാത്രം മതി. കാരണം വേറെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കുന്നില്ല. ഒരെണ്ണം മതി, അല്ല 2 മതി. ഇത് 2 മാത്രം മതി. അങ്ങനെ ബാലൻ്റെ ലോകത്ത് ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓണം വരട്ടെ, അല്ലേ, വിഷു ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. എൻ്റെ എന്തായാലും സാന്റാക്ലോസിൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തിനാ അവിടെ പോട്ടെ. നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നവരെ വെയിറ്റ് ചെയ്തോ. ടാറ്റ ബൈ ബൈ.